ആ വിശുദ്ധ ഖുർആനിനെ ഹൃദയത്തിലേക്ക് എടുത്തു വെച്ചവരാണ് ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ചെറിയ കുട്ടികൾ. ആ വിശുദ്ധ ഖുർആൻ, അവർ മനഃപ്പാടമാക്കിയ വിശുദ്ധ ഖുർആനിന്റെ ആശയ തലങ്ങളിലേക്ക് കടക്കാനും അതിൻ്റെ വക്താക്കളായി മാറാനും അത് ലോകത്തേക്ക് പ്രചരിപ്പിക്കുന്നവരുമായി മാറാൻ ഈ കുട്ടികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അതെ, അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഈ സ്ഥാപനം വിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങൾ ഈ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഹൃദയത്തിൽ ഉള്ള വിശുദ്ധ ഖുർആനിന്റെ ആശയം കൂടി ഈ ലോകത്ത് പ്രചരിപ്പിക്കുന്നവരായി മാറാൻ, അതിനുവേണ്ടിയുള്ള നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനമായി മാറാൻ നമ്മളാണ് അതിനെ സഹായിക്കേണ്ടുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ആ സ്ഥാപനത്തെ ഉയർത്താൻ, വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം ലോകത്തിന് പകർന്നു കൊടുക്കുന്ന, ഖുർആൻ മനഃപ്പാടമാക്കുകയും ഖുർആനിന്റെ ആശയം സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിൽ പങ്കുചേരാൻ നമുക്കെന്തുകൊണ്ടാണ് കഴിയുക? നമ്മുടെ സമയം കൊടുത്തിട്ടാണോ? നമ്മുടെ പണം കൊടുത്തിട്ടാണോ? അതേപോലെ തന്നെ നമ്മുടെ അധ്വാനം അതിനു വേണ്ടി സമർപ്പിച്ചിട്ടാണോ? ഏത് നിലക്കാണോ ഒരു മനുഷ്യന് സാധിക്കുന്നത് ആ രൂപത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണല്ലോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. മദീനയിലെ പള്ളിയിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഫിഖ്ഹ് ക്ലാസും അതേപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തജ്വീദ് ക്ലാസും ഖുർആൻ ക്ലാസും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ നിന്ന് വിളിച്ചു പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അങ്ങാടിയിൽ ആളുകൾ കൂടുന്ന സമയത്ത് പറയും, എന്താണ് മനുഷ്യരെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ അനന്തരാവകാശം പള്ളിയിൽ വീതം വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടേ എന്ന് ചോദിക്കുകയും അത് കേട്ട് പരിചയമില്ലാത്ത ആളുകൾ അങ്ങോട്ട് ഓടുകയും ചെയ്യുമെന്നാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഖുർആൻ ക്ലാസ് ഉണ്ട്, കർമ്മശാസ്ത്രത്തിന്റെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ക്ലാസ് ഉണ്ട്. അതും കേട്ടുകൊണ്ട് തിരിച്ചു വരുന്ന ആളുകൾ അബൂ ഹുറൈറയോട് ചോദിക്കുമെന്നാണ്, ആളുകളെ പറ്റിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ദീനാറോ ഒരു ദിർഹമോ തന്റെ സമൂഹത്തിന് വേണ്ടി ഇവിടെ ഒഴിവാക്കിയിട്ട് പോയിട്ടില്ല, കുടുംബത്തിന് വേണ്ടി ഒഴിവാക്കിയിട്ട് പോയിട്ടില്ല. മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ ഇവിടെ ഒഴിവാക്കിയിട്ടുള്ളത് വിജ്ഞാനമാണ്, വിശുദ്ധ ഖുർആനാണ്.